അങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് മൂന്നാമത്തെ വന്ദേ ഭാരത് കൂടി എത്തി. അതെ, എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത്. ഇന്ന് നവംബർ 8-ാം തീയതിയാണ്. ഇന്നാണ് അതിന്റെ ആദ്യത്തെ ഇനാഗുറൽ റൺ. ബംഗളൂരുവിലേക്ക് ഇന്ന് പോകാനുള്ള വന്ദേ ഭാരത് ഇതാ ഇവിടെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ മുകളിൽ തന്നെ ബംഗളൂരു എന്നൊക്കെ എഴുതിയത് കാണാം. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആ ഒരു തിരക്കിലാണ്. ഇത് 8 കാർ വന്ദേ ഭാരതാണ്. ആകെ 8 കോച്ചുകൾ മാത്രമാണുള്ളത്. ഇന്ന് ആകെ 4 വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളുടെ ഉദ്ഘാടനമാണുള്ളത്. ഒന്ന് ബനാറസ് ഗജുരാവോ വന്ദേ ഭാരത്, മറ്റൊന്ന് ലക്നൗ നിന്ന് സഹറാൻപൂർ വന്ദേ ഭാരത്, മറ്റൊന്ന് ഫിറോസ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വന്ദേ ഭാരത്, പിന്നെയാണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്കുള്ള വന്ദേ ഭാരത്. ഈ വന്ദേ ഭാരതുകളുടെ ഉദ്ഘാടനമൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചെയ്യുക. ഇപ്പോൾ അവിടെ സംസാരിക്കുന്നതൊക്കെ കാണാം. വായിക്കാൻ ഒരു ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് നമുക്ക് കിട്ടിയ വന്ദേ ഭാരതിൻ്റെ പാസ്. ഡിവിഷനിൽ നിന്ന് കിട്ടിയതാണ്. ഇവിടെ എറണാകുളം KSR ബംഗളൂരു എന്നൊക്കെ എഴുതിയത് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഒരു പടമൊക്കെ ഉണ്ട്. സുവനീർ ടിക്കറ്റ് ഇതാണ് നമുക്ക് കിട്ടിയത്. ഈ പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ട്രെയിനിലെത്തി ആദ്യത്തെ ദിവസം നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുക. വണ്ടി ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോച്ച് ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ്. വന്ദേ ഭാരതിൻ്റെ ആദ്യ യാത്രയിൽ കിട്ടുന്ന ചെറിയൊരു ബോക്സാണ്. ആദ്യം തന്നെ ഒരു അച്ചപ്പുണ്ട്, പിന്നെ ഒരു ചെറിയ കേക്കുണ്ട്, ഒരു ഫ്രൂട്ടി ഉണ്ട്, ഒരു മിക്സറുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഹൽവ, ഈന്തപ്പഴം ഹൽവ. ടോട്ടലി അലങ്കരിച്ചത് കണ്ട എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. തൃശ്ശൂര് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ വണ്ടി. ഈ കോച്ചിലത്തെ ആൾക്കാരൊക്കെ തൃശ്ശൂരാണ് ഇറങ്ങിയത്. വന്ദേ ഭാരതിന്റെ ആദ്യ യാത്രയിൽ കിട്ടിയ ഭക്ഷണം ഇതാണ്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണിത്. കേരളത്തിൽ നിന്ന് മാറി ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തി. ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. മുഴുവനും മലനിരകൾ. ഏത് ഭാഗത്ത് നോക്കിയാലും മലനിരകൾ തന്നെയാണ്. കോയമ്പത്തൂരിൽ അത്യാവശ്യം നല്ല പരിപാടി തന്നെയാണ് ഉണ്ടായത്. ഈ ട്രെയിൻ സദേൺ റെയിൽവേയുടെ അല്ല, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ വണ്ടിയാണ്. അതുപോലെ ഇത് ആഴ്ചയിൽ ബുധനാഴ്ച മാത്രം സർവീസ് ഇല്ല.